പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങൾ ആയിരിക്കേണ്ട ഒരു ജീവിതമുണ്ട്. അങ്ങയുടെ തിരുവചനങ്ങളുടെ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അങ്ങയുടെ സ്വന്തമായിട്ട് മാറിക്കൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുവചനത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളിൽ സംഭവിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം വിശുദ്ധ യോസേപ്പ് പിതാവിനോടൊപ്പം എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെ സാന്നിധ്യത്തിൽ ദൈവമക്കളായി ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈ വചനത്തെ ഞങ്ങളിൽ മാംസം ധരിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ അറിവ് നമുക്ക് എപ്പോഴും വേണം. ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ട്. അത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ മേഖല, ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിച്ച വലിയൊരു അഭിഷേകമാണ് പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ സാന്നിധ്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ 17-ാമത്തെ വചനം വായിക്കുന്നുണ്ട്. ഈ അതായത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ട് പറയുകയാണ്, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. അതായത് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യണം. ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞു. അവൻ നിങ്ങൾ വസിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു സാന്നിധ്യത്തിൻ്റെ അഭിഷേക ശക്തി സ്വന്തമാക്കി എടുത്ത് ജീവിക്കണവരെ നമ്മളൊക്കെ. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ ആ പന്തക്കുസ്താ ദിനത്തിൽ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് തീനാവുകൾ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി ആവസിച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. തീനാവുകൾ രൂപത്തിൽ പരിശുദ്ധാത്മ ശക്തി അവരിൽ ആളിക്കത്തി. ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പരിശുദ്ധാത്മാവിന് ശക്തമായ സാന്നിധ്യത്തിൻ്റെ തീ അഭിഷേകം നമ്മിലും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും എല്ലാം ആളിക്കത്തണം. പന്തക്കുസ്തായുടെ അഭിഷേകം, ഞാൻ പറയും, ഈ ഒരു അഭിഷേകം ദൈവമക്കളായ ക്രിസ്ത്യാനികളായി നമുക്കെല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു. എപ്പോഴാ? മാമോദിസ സ്വീകരിച്ചപ്പോൾ. അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ തീനാവുകൾ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് നമ്മിലും വന്ന് ആവസിച്ചു കഴിഞ്ഞു. നമ്മൾ വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് എത്ര പേർക്ക് ഈ ഒരു ബോധ്യമുണ്ട്? അപ്പസ്തോല പ്രവർത്തനത്തിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകൾ രൂപത്തിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ്, ദ സെയിം സ്പിരിറ്റ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന് സാന്നിധ്യം മാമോദീസ സ്വീകരിക്കുമ്പോൾ ഇന്ന് നമ്മളൊക്കെ ശരിക്കും ഒരു സത്യം മനസ്സിലാക്കേണ്ട മേഖലയുണ്ട്. ക്രിസ്ത്യാനികൾക്ക്, ദൈവമക്കൾക്ക് ഒരു വ്യത്യസ്തതയുണ്ട്. അതെന്താണ്? മാമോദീസയിലൂടെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന അവസ്ഥ. മാംസത്തിൽ നിന്ന് ജനിക്കുന്ന മാംസമായ നമ്മൾ, ജന്മപാപത്തോടെ ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ, അവൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ മകനായിട്ട്, മകളായിട്ട് മാറുക. അപ്പോൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് വാസമർപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വചനം പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വാസമർപ്പിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലാണ്, എന്നെ നയിക്കുന്നത് ദൈവാത്മാവാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതിനെന്ത് വേണം? ഈ പരിശുദ്ധാത്മാവുമായിട്ടൊരു വ്യക്തിബന്ധം നമുക്ക് വേണം. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വ്യക്തിബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന എത്ര പേരുണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന? ഇനി ഒരു കാര്യം ഓർത്തോ, മാമോദീസായിലൂടെ നമ്മിലേക്ക് വന്ന പരിശുദ്ധാത്മാവ്
ഇനി മരിക്കണ വരെ നമ്മെ വിട്ടു പോകത്തില്ല. ചില ആളുകൾക്ക് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ, പറന്നിറങ്ങണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അതൊന്നല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വീണ്ടും വീണ്ടും ഉണർത്തണം, ജ്വലിപ്പിക്കണം. അതാണ് പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിന് 6-ാം വചനം പറഞ്ഞുകൊണ്ടല്ലോ, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം, തീ പോലെ ഇറങ്ങി വന്ന സാന്നിധ്യം നമ്മൾ വീണ്ടും ജ്വലിപ്പിക്കണം. അത് നമ്മൾ ഉത്തരവാദിത്വമാണ്. വ്യക്തിബന്ധത്തിലൂടെ പരിശുദ്ധാത്മാവോട് സംസാരിച്ച്, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച്, ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവെ അങ്ങൻ്റെ ഉള്ളിലുണ്ടല്ലോ, എനിക്കറിയാം, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എനിക്ക് അങ്ങയെ വേണം, അങ്ങനെ നയിക്കണം, അങ്ങനെ നിയന്ത്രിക്കണം എൻ്റെ ശരീരത്തെ, എൻ്റെ ചിന്തകളെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ ആസക്തികളെ, എന്നെ എല്ലാത്തിനെയും, എൻ്റെ എല്ലാ നടപ്പും എടുപ്പും ചിന്തയും വികാരങ്ങളും എല്ലാം പരിശുദ്ധാത്മാവെ അങ്ങ് നയിക്കണം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിനോട് ആഴമായി ബന്ധം പുലർത്തുമ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളായി മാറും. അപ്പോൾ മാമോദിസായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വാസമുറപ്പിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ നിറയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 കൊരിന്തോസ് 3:16 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഡോണ്ട് യു നോ ദാറ്റ്? നമ്മൾ അറിയണില്ലേ? എൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിൻ്റെ മാമോദിസ സ്വീകരിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഉള്ളു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയം, ആ സാന്നിധ്യം, ആ ഒരു ശക്തി, ആ ഒരു ചൈതന്യം അവനിലുണ്ട്. അവനറിഞ്ഞ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യസ്തതയുണ്ട്. നമ്മൾ മറ്റുള്ള ജനങ്ങളെ പോലെയല്ല. ഈ മോശ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 33-ാം അധ്യായത്തിൽ ഈ കർത്താവ് കൂടെ വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവിനോട് മോശ പറയുന്നുണ്ട്, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു വ്യത്യസ്തതയുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കൾക്ക് ഒരു വ്യത്യസ്തത, ആ വ്യത്യസ്തതയുണ്ട് നമുക്ക്. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ പൗരോഹിത്യത്തിന്, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്, നമ്മുടെ പഠനത്തിന്, നമ്മുടെ ജോലിക്ക്, നമ്മുടെ ബിസിനസ്സിന് ദൈവാത്മാവ് കൂടെയുള്ളതിൻ്റെ ഒരു വ്യത്യസ്തതയുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ജീവിതമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കാൻ വേണ്ടി കൂടെയുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കണം. നമ്മുടെ നിയന്ത്രണത്തിന്, നമ്മുടെ ആലോചനയ്ക്ക്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ വികാരങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണത്തിന് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ട മക്കളെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും. ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വേദന പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം ജെറമ്യാ. അവിടെ പറയാണ്, നിങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ കരയും. ഭയങ്കര സംഭവമാണ്. അതായത് പറഞ്ഞില്ലേ, നമുക്കറിയാലോ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മ വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ മനസ്സറിയുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതെ നമ്മൾ ലോകത്തിൻ്റെ കാര്യം കേട്ട്, ഈ ഭൗതികതയുടെ കാര്യം കേട്ട് നമ്മൾ തന്നിഷ്ടം പോലെ ജീവിക്കുമ്പോൾ അത് നമ്മുടെ അനുസരണക്കേടാ. അവിടെ പറയാണ്, നിങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കരയും. എവിടെ ഇരുന്ന് മക്കളെ? എൻ്റെയും നിൻ്റെയും ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് രഹസ്യത്തിൽ കരയുന്നു. വീണ്ടും പറയാ, തൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും. പരിശുദ്ധാത്മാവ് പറയാ, ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ മനസ്സ് വിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണേ മക്കളെ? അടിമത്തം, പാപത്തിൻ്റെ പ്രവൃത്തി, പിശാചിൻ്റെ പ്രവൃത്തി, പിശാചിൻ്റെ അടിമത്തം, തൻ്റെ അജഗണത്തെ, തൻ്റെ മക്കളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും. വീണ്ടും പറയാ, കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകും. പരിശുദ്ധാത്മാവിൻ്റെ കണ്ണീര്
നമ്മുടെ ഉള്ളിലിരുന്ന് പ്രിയപ്പെട്ട മക്കളെ നമ്മെ ഓർത്ത്, നമ്മുടെ അടിമത്തത്തെ ഓർത്ത്, നമ്മൾ നശിക്കുന്നതിനെ ഓർത്ത് ചങ്ക് പൊട്ടിക്കരയുന്ന ഒരു പരിശുദ്ധാത്മ സാന്നിധ്യമുണ്ടെന്ന് എത്ര പേർക്കറിയാത്? നാം മദ്യപിക്കുമ്പോൾ, ജഡിക പാപം ചെയ്യുമ്പോൾ, അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവത്തെ നിന്ദിക്കുമ്പോൾ, കൂദാശയില്ലാതെ ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ഗൗനിക്കാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ഉള്ളിലിരുന്ന് അപ്പോഴൊന്നും ഓർക്കണേ, ഈ പരിശുദ്ധാത്മാവിന് നമ്മൾ വിട്ടുപോകാൻ പറ്റില്ല മക്കളെ. നമ്മൾ വിട്ടുപോകാൻ പറ്റാതെ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ഈ അവസ്ഥയോർത്ത്, അതുമാത്രമല്ല അടിമത്തം, പൈശാചിക ബന്ധനങ്ങൾ, പൈശാചിക കെട്ടുകൾ, പൈശാചിക പീഡകൾ, അവൻ കൊണ്ടുവരുന്ന തകർച്ചകൾ, കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വരുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾ, ഒത്തിരിയേറെ രോഗപീഠകൾ, സാമ്പത്തിക തകർച്ചകൾ, കുടുംബ തകർച്ചകൾ, വഴിപ്പിഴച്ചു പോകുന്ന മക്കൾ, ഗതി പിടിക്കാതെ പോകുന്ന ജോലി ബിസിനസ് മേഖലകൾ, ഇതെല്ലാം കണ്ടിട്ട് തൻ്റെ അജഗണത്തെ അടിമത്വത്തിലേക്ക് സാത്താൻ കൊണ്ടുപോകുന്നതിനാൽ ഉള്ളുരുകി കരയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വേദന. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, ഈ പരിശുദ്ധാത്മാവിനെ അതുപോലെ നമ്മൾ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവിനാൽ അതുപോലെ നയിക്കപ്പെടാം. ഇത് ജീവിതമാക്കി മാറ്റണം. ഇതൊക്കെ അറിവല്ല മക്കളെ, ജീവിതമാക്കി മാറ്റണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്നെ 26-ാം വചനത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ സ്ലീഹമാട് പറയുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കാൻ വേണ്ടി വിട്ടുകൊടുത്താണ്ടല്ലോ മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് ഇടപെടും എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? സഹായകൻ എന്തു ചെയ്യും? സഹായിക്കും. പഠിപ്പിക്കുന്നവൻ പഠിപ്പിക്കും. അനുസ്മരിപ്പിക്കുന്നവൻ അനുസ്മരിപ്പിക്കും. എന്തനുസ്മരിപ്പിക്കും? സ്വർഗീയ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം, ഇനി പഠിക്കുന്ന കാര്യമാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ വേണ്ട സമയത്ത് ഈശോ പറഞ്ഞില്ലേ, നീ രാജാക്കന്മാരുടെയും മറ്റ് നേതാക്കന്മാർ മുമ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്തു പറയണമെന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളിൽ വസിക്കുന്ന പിതാവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോളൂ. നമുക്ക് വേണ്ടി ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഞങ്ങൾക്ക് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ച് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേദനിക്കുമ്പോൾ ഈ കുഞ്ഞിനോട് മാത്രം ഒത്തിരി മക്കളോട് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വചനം. യോഹന്നാൻ 14:26 വെച്ച് ഓരോ കാര്യം ചെയ്യും മക്കളെ. എന്താണ്? സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ ഈ പഠനത്തിൽ സഹായിക്കണം, എനിക്ക് പറ്റണില്ല, എന്നെ പഠിപ്പിക്കണം. സഹായിച്ചാൽ മാത്രം പോരാ, പഠിപ്പിക്കണം, അനുസ്മരിപ്പിക്കണം. ഈ കുഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനെ വിളിച്ച്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ മക്കളെ? ആ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നെ പറയാം, പരിശുദ്ധാത്മാവെ അങ്ങൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും എഴുന്നേറ്റിട്ട് പരിശുദ്ധാത്മാവെ അങ്ങൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഐ നോ ദാറ്റ് യു ആർ അബൈഡിങ് ഇൻ മീ, എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം, ഞാനങ്ങ് സ്നേഹിക്കുന്നു, എനിക്കങ്ങേ വേണം, എന്നെ നിറയും. എന്നിട്ട് ആത്മാവിൻ്റെ വരങ്ങൾക്ക്, ഫലങ്ങൾക്ക്, ദാനങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം പഠിപ്പിച്ചു തരും, നമ്മെ സഹായിക്കുന്നവൻ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവുള്ള ആഴമായ ബന്ധത്തിൽ ഈ കുഞ്ഞ് പ്രാർത്ഥിക്കാനും പഠിക്കാനും തുടങ്ങി. ആ കുഞ്ഞ് പറയായിരുന്നു, ഓരോ സമയത്ത് ട്യൂഷൻ പോലും ഇല്ല, സഹായകൻ പരിശുദ്ധാത്മാവുണ്ട്, ട്യൂഷന് പോകണില്ല. ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ആ കൊച്ചിനെ പഠിപ്പിച്ചു. മാത്രമല്ല, അവൾ പറയാ, പരീക്ഷ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് ഈ മകളെ അനുസ്മരിപ്പിച്ചു കൊടുത്തു. കറക്റ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ ഓർമ്മയിലേക്ക് വന്നു. അത് കൃത്യം ഈ മകൾ എഴുതി വെച്ചു. ആ സ്കൂളിലും അവരുടെ പഠനത്തിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് ആ കുഞ്ഞ് ജയിച്ചു എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് ഒരു കെട്ടുകഥയല്ല, ഇത് നടക്കാത്ത കാര്യമില്ല. നമ്മിൽ വസിക്കുന്ന, ജീവിക്കുന്ന, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരിക, ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു വ്യത്യസ്തത, ആ ഒരു ബലം, ആ ഒരു കരുത്ത് നമ്മൾ സ്ലീഹന്മാരിലേക്ക് നോക്കിക്കേ, ആദിമസഭയിലേക്ക് നോക്കിക്കേ, രക്തസാക്ഷികളിലേക്ക് നോക്കിക്കേ. ഈ കാലഘട്ടത്തിലും ഒരു കഴിവില്ലാത്ത, കുറവുകൾ ഉണ്ടായിരുന്ന, ഒത്തിരി ലോകം തിരസ്കരിച്ച അനേക മക്കളെ ഈ പരിശുദ്ധാത്മാവ് ഉണർത്തിയില്ലേ? അഭിഷേകത്തിൽ
അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ജീവിതം അതിസ്വാഭാവികമായ കൃപകളാൽ നിറയപ്പെട്ട ജീവിതമാക്കി മാറ്റണം. സാധാരണ സ്വാഭാവിക കഴിവല്ല, പരിശുദ്ധാത്മാവിൻ്റെ അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട് നിറയപ്പെടണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഉദ്യമങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ പഠനത്തിൽ, എല്ലാ മേഖലകളിലും, വിശുദ്ധ ജീവിതത്തിലും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവൃത്തികൾ അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മാമോദീസായിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മക്കളാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിച്ച്, പരിശുദ്ധാത്മാവിന് നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്ത്, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, ജ്ഞാനം, ബുദ്ധി, വിവേകം, അറിവ്, ഭക്തി, ഇങ്ങനെ എല്ലാ വരദാന ഫലങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിനെ അതുപോലെ ഉണർത്തി, പരിശുദ്ധാത്മാവിനെ അതുപോലെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറി. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും. ആ നിമിഷം മുതൽ നമ്മൾ വിളിക്കാൻ തുടങ്ങും, എന്താണ്? ആബാ പിതാവേ, പിതാവായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാണ്ടല്ലോ മക്കളെ, ഈ ഒരു അഭിഷേകത്തിൻ്റെ നിറവിൽ ദൈവമക്കളുടെ പദവി, ദൈവമക്കളുടെ, ഇതൊക്കെ നമ്മൾ അഭിമാനിക്കണം. ഇതിൽ നമ്മളൊരു അഹങ്കാരമൊക്കെ വേണം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഞാൻ നിസ്സാരക്കാരനല്ലെന്ന്, എനിക്കൊരു വ്യത്യസ്തതയുണ്ട്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ള ഒരു മനുഷ്യനെ പോലെയല്ല, ഞാൻ വ്യത്യാസമുള്ള വ്യക്തിയാണ്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്. ഇത് അനുഭവിക്കണം. ഇതനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വളർത്തണം. മാത്രമല്ല, നമുക്ക് സ്വർഗത്തിൻ്റെ പൗരത്വമുണ്ട്. ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനും മകളുമായിട്ട് മാറി, ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറി. ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം. നമുക്ക് സ്വർഗത്തിൻ്റെ പൗരത്വം. സ്വർഗത്തിൻ്റെ പൗരത്വം എന്ന് പറഞ്ഞാൽ ഈ പൗരത്വത്തിനൊക്കെ വലിയ വിലയാണ്. ഇപ്പോൾ ഒരു അമേരിക്കൻ പൗരന് ഭയങ്കരമായ വിലയുണ്ട്. കാരണം ആ അമേരിക്കയുടെ സാമ്രാജ്യത്തിൻ്റെ കരുത്തും ആ പൗരത്വത്തിൻ്റെ കരുത്തും വളരെ വലുതാണ്. പല രാജ്യങ്ങളും അവർക്ക് ഫ്രീ എൻട്രിയാണ്. എന്നാൽ ഇന്ത്യക്കാർക്കോ അത്രയൊന്നും ഉണ്ടാവണമെന്നില്ല. ആ രാജ്യത്തിൻ്റെ പൗരത്വത്തിന് ആ രാജ്യമനുസരിച്ച് വിലയുണ്ട് എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിൻ്റെ പൗരത്വം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ ഒരു വിലയുണ്ട് മക്കളെ. നമ്മൾ വിലയില്ലാത്തവരെ നമ്മൾ കാണാം. ഇന്ന് ഒത്തിരിയേറെ മക്കൾ തങ്ങളെ തന്നെ ഒരു വിലയില്ലാത്തവരായിട്ട് കാണുകയാണ്. നമുക്ക് വിലയുണ്ട്. ആ വില അങ്ങനെയുണ്ടല്ലോ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൻ്റെ പൗരത്വം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗം ഇടപെടും, നമുക്ക് വേണ്ടി സ്വർഗീയർ ഇടപെടും, നമുക്ക് വേണ്ടി സ്വർഗം കാവൽ നിൽക്കും. അതുകൊണ്ട് ഞാൻ പറയണം മക്കളെ, നമ്മൾ നിസ്സാരക്കാരല്ല, നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ ഇതുപോലെ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സ്വർഗം ഇറങ്ങി വരും. അമേരിക്കൻ പൗരനെ ഉപദ്രവിച്ചാൽ അമേരിക്കൻ എംബസി, അമേരിക്ക ഇനി വേണ്ടി വന്നാൽ ഒരു സൈന്യം പോലും അമേരിക്കയുടെ ഇടപെടാൻ മടിക്കത്തില്ല. കാരണം അവരുടെ പൗരനെ കാത്തു സൂക്ഷിക്കാൻ അവരെപ്പോഴും ബദ്ധശ്രദ്ധരാണ് എന്ന് പറഞ്ഞ പോലെ ഓരോ രാജ്യത്തിൻ്റെയും അവസ്ഥ ഇതാണെങ്കിൽ സ്വർഗത്തിൻ്റെ പൗരത്വമുള്ള മക്കൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ജീവിക്കണം. ഒരു അഭിമാനവും ആ ഒരു പോസിറ്റീവ് അഹങ്കാരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ പിന്നാലെ ഒന്നും പോകത്തില്ല, ഈ ജഡിക സുഖത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. ഈ ഒരു തിരിച്ചറിവില്ലാതെ നമ്മളെ ഒത്തിരിയേറെ മക്കൾ അവനെ പ്രേമിച്ചു, ഇവനെ പ്രേമിച്ചു, അതും തിന്നു, ഇതും തിന്നു, ആ ലഹരിയും ഈ ലഹരിയും, അതോടൊപ്പം തന്നെ ജഡിക സുഖങ്ങൾക്ക് അടിമപ്പെട്ട്, ഓരോരോ ലോകാരൂപിക്ക് അടിമപ്പെട്ട് നൈമിഷിക സുഖത്തിന് വേണ്ടി ഓടി അലയുന്ന അനേകം മക്കളുടെ ഗതികെട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ കണ്ണീരോടെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഈ കുഞ്ഞ്, ഈ മകൻ, ഈ മകൾ, ഈ അഭിഷിക്തൻ, ഈ ഒരു സന്യസ്ത എന്തുകൊണ്ട് തങ്ങളുടെ വില മനസ്സിലാക്കിയില്ല, താൻ ആരെന്ന് മനസ്സിലാക്കിയില്ല? ഇനി എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ പറയും, നമുക്ക് നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, ഈ ജഡത്തിലല്ലേ നമുക്ക് ബലഹീനതയുണ്ട്, നമുക്ക് നിസ്സഹായതകളുണ്ട്, നമുക്ക് ദുർബലതകളുണ്ട്, ഒത്തിരി രോഗപീഠ, എത്ര എതിർപ്പുകൾ വരും, പൈശാചിക ശക്തികൾ വരും, ആക്രമണങ്ങൾ വരും. ഇവിടെയൊക്കെ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഉണർത്തണം. അതാ പൗലോസ്യ പറഞ്ഞ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വീണ്ടും ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ഉണർത്തിയെടുക്കുമ്പോൾ
പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാത്തിനും സജ്ജരാക്കും, ശക്തരാക്കും, നമ്മെ നയിക്കും, നമ്മെ വളർത്തും, നമ്മെ ഒത്തിരിയേറെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഈ ഒരു അഭിഷേകത്തിന് നിറവിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മിലുള്ള പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയട്ടെ. ഞാൻ പറയും, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ, ഈ വിടുതലിൻ്റെ മേഖലയിലേക്ക് അച്ഛൻ എപ്പോഴും പറയും, ഡെലിവറൻസിൻ്റെ മേഖലയിലെ അച്ഛൻ പറയാറുണ്ട്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മിലുള്ള മറ്റ് എല്ലാ ആരൂപികളും വിട്ടുപോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഡെലിവറൻസ്, വിടുതൽ. അല്ല വിട്ടുപോ, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, പുറത്തു പോ, അതൊക്കെ ഓക്കെ. പക്ഷേ അതിനേക്കാളും വലിയ ഉറച്ച നിലനിൽക്കുന്ന സത്യമായ ഡെലിവറൻസ്, വിടുതൽ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, പുറമേ നിന്ന് വന്നവനല്ല. പിന്നെയോ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ, പ്രകാശം നിറയുമ്പോൾ, അന്ധകാരം മാറിപ്പോകുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മറ്റരൂപികളെല്ലാം മാറിപ്പോകുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ വിടുതലും സ്വാതന്ത്ര്യവും അതിലൂടെ ലഭിക്കുന്ന സൗഖ്യവും ജീവനും രക്ഷയുമാണ് പ്രിയപ്പെട്ട മക്കളെ യഥാർത്ഥമായ അനുഗ്രഹം, യഥാർത്ഥമായ വിടുതൽ, യഥാർത്ഥമായ രക്ഷ, യഥാർത്ഥമായ സൗഖ്യം എല്ലാം അതിൻ്റെ പൂർണ്ണതയിലുണ്ട്. ഈ നിധിയൊക്കെ സ്വന്തമാക്കിയവരല്ലേ മക്കളെ നമ്മളൊക്കെ ഓർത്തൊക്കെ? ഈ നിധി സ്വന്തമാക്കിയവരെ നമ്മൾ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്? ഒക്കെ ഉള്ളിലുണ്ട്. ഉള്ളിൽ നിധി വച്ചിട്ട് എനിക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ദാരിദ്ര്യാവസ്ഥയാണെന്ന് നമ്മുടെയൊക്കെ അവസ്ഥ. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊന്നും പുറമേയുള്ള കാര്യങ്ങളല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ കരുത്ത് എനിക്കുണ്ട്, സ്വർഗത്തിൻ്റെ പൗരത്വത്തിൻ്റെ കരുത്ത് എനിക്കുണ്ട്, എൻ്റെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവാണ്, അപ്പൻ്റെ മോനെ ഞാൻ, ഇതൊക്കെ നമുക്കുണ്ട്. എന്നിട്ടും എന്തേ നമ്മൾ ഈ നിധി കണ്ടെത്തുന്നില്ല, ഈ നിധി ഉപയോഗിക്കുന്നില്ല, ഈ സമ്പത്ത് ഉപയോഗിക്കുന്നില്ല? അത് നമ്മുടെയൊക്കെ ഒരു പരാജയത്തിൻ്റെ കാരണമാണ്. നമുക്ക് ഈ ഒരു മേഖലയിൽ നമ്മുടെ ഒക്കെ അവസ്ഥ മനസ്സിലാക്കി നമ്മെ തന്നെ ക്രമപ്പെടുത്താനും നമ്മെ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തിയെടുക്കാനും പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്കിടയാകട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത്. ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റി. പരിശുദ്ധാത്മാവിനാൽ അങ്ങ് ഞങ്ങളെ നിറച്ചു. ഞങ്ങൾക്ക് വേണ്ട എല്ലാ കൃപകളും അഭിഷേകവും അനുഗ്രഹവും നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാക്കി മാറ്റിക്കൊണ്ട് ദൈവിക ശക്തികൾ നിറച്ച് സ്വർഗത്തിൻ്റെ പൗരത്വത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഈ ലോകത്ത് ജീവിക്കാൻ അങ്ങ് അനുവദിക്കുന്നല്ലോ. കർത്താവ്, ഇത് സ്വന്തമാക്കി അഭിഷേകത്തിൽ, ആ കരുത്തിൽ പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ മല്ലടിക്കാതെ, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ, പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിച്ച് യഥാർത്ഥ ദൈവമക്കളായിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മിഖായേൽ മാലാഖേ, ഇതിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.